അനൂപ് ജേക്കബ്, ഇന്ന് സഭയിൽ കലാരാജുവിന്റെ വിഷയം അവതരിപ്പിച്ചത് താങ്കളാണ്, താങ്കളുടെ മണ്ഡലത്തിലാണ്. പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അവിശ്വാസ പ്രമേയം നടക്കാനിരിക്കെ അനൂപ് ജേക്കബിന് അവിടെ എന്ത് കാര്യം, മാത്യു കൊൾനാടിന് അവിടെ എന്താ കാര്യം, DCC പ്രസിഡന്റിന് അവിടെ എന്ത് കാര്യം എന്നുള്ളതാണ് CPM പ്രധാനമായും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുമെന്നും ആ സംഘർഷത്തിൽ കലാരാജു ആ വിഷയത്തിൽ നിങ്ങൾക്കൊപ്പമാണ് എന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് CPM ആരോപണം. അതിൽ മറുപടി പറഞ്ഞു തുടങ്ങാം. കലാരാജുവിനെ സംബന്ധിച്ച് അവർക്ക് പാർട്ടിയുമായി ഉണ്ടായിരിക്കുന്ന ഇഷ്യൂ അവർ രേഖാമൂലം പാർട്ടിക്ക് തന്നെ അവർ പരാതി നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ച് യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന അവരുടെ നീരസവും ബുദ്ധിമുട്ടും അവർ കൃത്യമായി അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കലാരാജു CPM-നൊപ്പം നിൽക്കാനോ LDF-നൊപ്പം നിൽക്കാനോ തയ്യാറല്ല എന്ന നിലയിൽ അവർ തന്നെ അവർക്ക് CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ ഞാനവിടെ ചെല്ലാനുണ്ടായ കാരണം, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ചെല്ലുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒന്നാണ്. അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ 18-ാം തീയതി കോടതി നൽകിയിട്ടുണ്ടെങ്കിൽ ഹലോ അനൂപ്, ഈ ചർച്ചയിൽ കലാരാജു അങ്ങനെയല്ല പറഞ്ഞത്. ഈ ചർച്ചയിൽ ആദ്യ സമയത്ത് കലാരാജു അങ്ങനെയല്ല പറഞ്ഞത്. കേൾക്കാമോ ശ്രീ അനൂപ് ജേക്കബ്? എത്സലാം MLA ആണ്. ശ്രീ അനൂപ് ജേക്കബ് കേൾക്കാമോ? അതായത് കലാരാജു പറയുന്നത് താൻ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നു, പക്ഷേ താൻ CPM-നൊപ്പം തന്നെയാണ്, മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ CPM-ന് ഒരു അംഗം എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷമായ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവർക്ക് ഈ സംഘടനയുമായി ഉണ്ടായിരിക്കുന്ന അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് സാമ്പത്തികമായ ചില വിഷയങ്ങളാണ്. അവരുടെ ഭൂമി വിറ്റതിൽ പാർട്ടി പറ്റിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളല്ലേ, അവരുടെ ഭൂമി വിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് അവർ പാർട്ടിക്ക് രേഖാമൂലം പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് ഞാനിന്ന് അസംബ്ലിയിൽ ചൂണ്ടിക്കാട്ടിയ വിഷയവും കൂടിയാണ്. ആ പരാതിയിന്മേൽ പാർട്ടി വ്യക്തമായ നടപടി എടുത്തില്ല എന്ന ആക്ഷേപം അവരെ സംബന്ധിച്ച് അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് അങ്ങനെയുള്ളൊരു ചിന്ത അവരെ സംബന്ധിച്ച് വന്നിട്ടുണ്ടാവണം. അവിടെ അന്നത്തെ ദിവസം പോലീസ് പ്രൊട്ടക്ഷൻ അവരുടെ ഈ 18-ാം തീയതി കോടതി നൽകാനുള്ള കാരണം അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവും എന്ന നിലയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ UDF പ്രാദേശിക നേതൃത്വം എന്നെ വിളിച്ച് അവിടെ MLA അവിടെ എത്തിച്ചേരണമെന്ന് പറയുകയും ഉണ്ടായി. കാരണം അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കണ്ടു. കാരണം രാവിലെ മുതൽ CPM-ൻ്റെ അവിടെയുള്ള ചില നേതാക്കളും മറ്റ് പുറത്തുനിന്നുള്ള കുറേ ആൾക്കാരും അവിടെ സംഘടിച്ച് നിൽക്കുന്നു എന്ന നിലയിൽ. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കാനുണ്ടായ കാരണം തന്നെ ഇങ്ങനൊരു ഇഷ്യൂ അവിടെ ഉണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ പ്രശ്നം വരാൻ സാധ്യതയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അവിടെ ചെന്നത്. മാത്യുവും ഷിയാസും അടക്കമുള്ള നേതാക്കൾ ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം അവിടെ വന്നവരാണ്. പക്ഷെ അതിനെയൊക്കെ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പോലെ ഇപ്പോൾ എഴുതി LDF ഇപ്പോൾ CPM ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംഘർഷം ആണ് എന്ന നിലയിലുള്ള ഒരു തെറ്റായ പ്രചാരണമാണ്. അതെ, അവിടെ ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു തെറ്റായ പ്രചാരണമാണ് ഇപ്പോൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കലാരാജു കാലുമാറിപ്പോയി, കലാരാജു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായ ചില ബുദ്ധിമുട്ടുകൾ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ട് പാർട്ടി ഇടപെടാത്തതിൽ നീരസം അവർ അറിയിച്ചിട്ടുണ്ട്. അത് അവർ മാധ്യമങ്ങളോട് തന്നെ അവർ ആ വിഷയവും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ വിഷയത്തിൽ അവർ തട്ടിക്കൊണ്ടുപോയ കേസിൽ 1-ാം പ്രതി ഏരിയ സെക്രട്ടറി അടക്കമുള്ള വ്യക്തികൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നതും അവരാരൊക്കെയാണെന്നതും വ്യക്തമായി അവരുടെ മൊഴിയിലുണ്ട്. പക്ഷേ അവരെ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ 4 പേര്, അവരെ എല്ലാ കേസുകൾ ഉണ്ടാകുമ്പോഴും പോലീസിൽ ഹാജരാക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡമ്മി പ്രതികളാണ് അവിടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഹാജരായതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിച്ച യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അവിടെ തന്നെ നടക്കുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരവിടെ അവരുടേതായ നിലയിൽ പ്രവർത്തനമായി നടത്തുന്നു. എന്നിട്ട് UDF നേതാക്കൾക്കെതിരെ വ്യാജ പരാതിയും വ്യാജ കേസും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അവിടെ വ്യാജ പരാതി, വ്യാജ കേസ്. CPM വനിതാ കൗൺസിലർമാരെ UDF നേതാക്കൾ പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കൗണ്ടർ കേസ് പോലെ കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു CPM കൗൺസിലറെ, വനിതാ കൗൺസിലറെ അല്ലാതെ പുരുഷ കൗൺസിലർമാരെ ആരെയും UDF നേതാക്കളോ പ്രവർത്തകരോ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. തെറ്റായ കേസ് കൊടുത്ത് ഇപ്പോൾ UDF-ൻ്റെ നേതാക്കളെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്ന നിലയിലാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി പോലീസ് ചില പ്രവർത്തകരുടെ വീട്ടിൽ രാത്രി 12 മണിക്കും 1 മണിക്കും
ചെന്നു എന്നുള്ളതാണ് എനിക്ക് കുറച്ചു മുമ്പ് കിട്ടിയ വിവരം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കലാരാജുവിൻ്റെ വിഷയം, അവരുടെ XOR Y ഈ പറഞ്ഞതുപോലെ അവർ നിൽക്കുന്നു, അതിൻ്റെ അകത്ത് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, അവിടുത്തെ അവിശ്വാസ പ്രമേയ ചർച്ച അവിടെ നിൽക്കട്ടെ, അവരുടെ കൗൺസിലിൽ നിന്ന് പദവി അവിടെ മാറ്റി വെക്കട്ടെ. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ ഈ രീതിയിലാണോ ഒരു പാർട്ടി സമീപിക്കേണ്ടത്? ഒരു സ്ത്രീയെ നഗരമധ്യത്തിൽ വിവസ്ത്രയാക്കി നിർത്തുവാനുള്ള നടപടി ഉണ്ടാകുമ്പോൾ എത്ര നീചമായ സമീപനമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആണ് എന്നുള്ളത് അവരുടെ മൊഴിയിലുമുണ്ട്, അവിടെ കണ്ടുകൊണ്ട് നിന്നവരുടെ മുന്നിലുമുണ്ട്. അവരുടെ കഴുത്തിന് ഇറുക്കി പിടിക്കുകയും അവരെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും അവരെ ബലമായി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത്. അപ്പോൾ സ്ത്രീ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഗവൺമെൻറ് പറയുന്നതിന് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നുള്ള വിഷയമാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് വെച്ചത്. ഞങ്ങൾ പറഞ്ഞ ഒന്നിനും വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ് ഭാഗത്തുനിന്നോ ഇന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം പോലീസിൻ്റെ നിഷ്ക്രിയത്വം, പോലീസിൻ്റെ അന്വേഷണം എവിടെയുണ്ടോ, പോലീസ് സുരക്ഷ ഒരുക്കിയോ, ഇപ്പോൾ FIR ഇട്ടവരുടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ, വാഹനം കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞോ, ഇതിനെയൊക്കെ സംബന്ധിച്ച് പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല. അതിന് പകരം ഇവിടെ സൂചിപ്പിച്ച പോലെ അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, അത് വേറെ രീതിയിലേക്ക് ഒരു മറ്റു തരത്തിൽ അവരെ തട്ടിക്കൊണ്ടുപോയത് UDF-കാരാണ് എന്ന് പറഞ്ഞ് വേറെ നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. കലാരാജുവിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും അവർ കാലുമാറ്റക്കാരിയാണെന്ന നിലയിൽ പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ഡൈവേർഷനാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ യഥാർത്ഥ പോയിന്റ് ഞങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. Debate with Smriti Parithikar.